ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വിഷയം ചലന സമവാക്യങ്ങൾ. കേരള സിലബസ് 9ാം ക്ലാസ്സിലെ ഭൗതിക ശാസ്ത്രത്തിലെ അധ്യായം 2 ചലന സമവാക്യങ്ങളിലെ ആദ്യ ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വിഷയം കേരള സിലബസ് ഭൗതിക ശാസ്ത്രം 9ാം ക്ലാസ് അധ്യായം 2 ചലന സമവാക്യങ്ങൾ. ചലന സമവാക്യങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിശ്ചലാവസ്ഥ, ചലനാവസ്ഥ എന്നിവ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് നിശ്ചലാവസ്ഥ? ഒരു വസ്തുവിൻ്റെ സ്ഥാനം സമയത്തിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാം. ഇതൊരു മൊബൈലാണ്. ഈ മൊബൈൽ ഇപ്പോൾ നിൽക്കുന്നത് ഒരു പ്ലേസിലാണ്. സമയം 5 സെക്കൻഡ് കഴിഞ്ഞു. മൊബൈൽ അതേ സ്ഥാനത്താണ് ഉള്ളത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ മൊബൈൽ ചലിക്കുന്നില്ല, അഥവാ നിശ്ചലാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കാം. കുറച്ച് കഴിഞ്ഞ് ഈ മൊബൈലിൽ ഒന്നുകൂടി നോക്കുക. ഇതൊരു മൊബൈലാണ്. ഇപ്പോൾ ഇതൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്, ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്. 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ മൊബൈലിൻ്റെ സ്ഥാനം മാറിയിരിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാം വസ്തുവിൻ്റെ സ്ഥാനം സമയത്തിനനുസരിച്ച് മാറുന്നു എന്ന് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനം സമയത്തിനനുസരിച്ച് മാറുന്നുവെങ്കിൽ നമുക്കതിനെന്ത് പറയാം? ചലനാവസ്ഥ എന്ന് പറയാം. ഇനി സദിശ അളവും അദിശ അളവും. ഒരു വസ്തുവിൻ്റെ ദിശ മാത്രം കണക്കിലെടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് മാസ്, ലെങ്ത്, നീളം, ടെമ്പറേച്ചർ, മാസ് ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ അളവ് മാത്രമാണ് നോക്കുന്നത്. അത്തരത്തിലുള്ള അളവുകൾ പറയുന്ന പേരാണ് അദിശ അളവുകൾ. ഈ സദിശ അളവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിൻ്റെ അളവും ആ വസ്തുവിൽ സഞ്ചരിച്ച ദിശയും നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് പ്രവേഗം, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, സ്ഥാനാന്തരണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? സദിശ അളവിൽ വരുന്നതാണ്. ഇതെല്ലാം നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ഈ പാഠഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇനി ആദ്യം പറയാനുള്ളത് ഡിസ്റ്റൻസ് അഥവാ ദൂരം. എന്താണ് ദൂരം അഥവാ ഡിസ്റ്റൻസ്? ഒരു വസ്തു സഞ്ചരിച്ച നീളം. ഒരു വസ്തു സഞ്ചരിച്ച നീളത്തിന് പറയുന്ന പേരാണ് ദൂരം. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. ചിലപ്പോൾ എന്താണ് ദൂരം? ഒരു വസ്തു സഞ്ചരിച്ച നീളത്തിന് പറയുന്ന പേരാണ് ദൂരം. അതിൻ്റെ യൂണിറ്റ് മീറ്റർ. ഇനി എന്താണ് സ്ഥാനാന്തരം? ദൂരം ഒരു അദിശ അളവാണ്. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം നോക്കാം. ഇതൊരു ട്രാക്കാണ്. ഈ ട്രാക്ക് 200 മീറ്റർ ട്രാക്കാണെന്ന് കരുതുക. ഈ ട്രാക്കിലെ എവിടെ നിന്നും എവിടേക്കുമുള്ള ദൂരം എത്രയായിരിക്കും? 200 മീറ്റർ ആയിരിക്കും. നമ്മൾ പറയാം ഇതൊരു ട്രാക്കാണ്. ഈ ട്രാക്കിലെ ദൂരം 200 മീറ്റർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ സ്ഥാനാന്തരം എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം
എ ഇവിടെ ഞാൻ രണ്ട് ബിന്ദു പരിഗണിക്കുകയാണ്, എ എന്ന ബിന്ദുവും ബി എന്ന ബിന്ദുവും. എ എന്ന ബിന്ദുവിൽ നിന്നും ബി എന്ന ബിന്ദുവിലേക്കും ഉള്ള ദൂരം എത്രമായിരിക്കും? 200 മീറ്റർ ആയിരിക്കും. എങ്കിൽ എ എന്ന ബിന്ദുവിൽ നിന്നും ബി എന്ന ബിന്ദുവിൽ സ്ഥാനാന്തരം നോക്കുമ്പോൾ സ്ഥാനാന്തരം എത്രയായിരിക്കും? 0 ആയിരിക്കും. സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ആണ്, അതായത് ദൂരമാണ്. അതോടൊപ്പം അതിൻ്റെ എന്തുകൂടി പരിഗണിക്കുന്നു? ദിശ കൂടി പരിഗണിക്കുന്നു. അപ്പം ഒരു വസ്തുവിൻ്റെ ദൂരവും ദിശയും കൂടി പരിഗണിക്കുമ്പോൾ അതിന് വരുന്ന പേരാണ് സ്ഥാനാന്തരം. സ്ഥാനാന്തരം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇനി പ്രവേഗം. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റും മീറ്ററാണ്. അത് പ്രവേഗം. പ്രവേഗം എന്നാൽ സ്ഥാനാന്തരത്തിൻ്റെ നിരക്കിന് പറയുന്ന പേരാണ് നിരക്കാണ് പ്രവേഗം. അപ്പോൾ സ്ഥാനാന്തരം എന്ന് പറയുന്ന സമവാക്യം വരും. പ്രവേഗത്തെ സൂചിപ്പിക്കുന്നത് വി എന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ സ്ഥാനാന്തരം പ്രവേഗം സ്ഥാനാന്തരം ബൈ സമയം. സ്ഥാനാന്തരത്തിന് നിരക്ക് എന്ന് സൂചിപ്പിക്കുന്നതൊക്കെ സമയമായി ബന്ധപ്പെട്ടാണ്. അപ്പം വി പ്രവേഗം, സ്ഥാനാന്തരം എസ്, സമയം ടി. അപ്പോൾ വി സമം എസ് ബൈ ടി. ഇതൊരു സമവാക്യമാണ്. ഇനി സ്ഥാനാന്തരം എന്ന് പറയുമ്പം ഡിസ്പ്ലേ എസ് എന്ന് പറയുന്നതാണ് സ്ഥാനാന്തരം, ടി എന്ന് പറയുന്നത് സമയം, വി എന്ന് പ്രവേഗം. അപ്പോൾ ഇതിൻ്റെ സമവാക്യം വി സമം എസ് ബൈ ടി. ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് ത്വരണം. ത്വരണത്തിനെ സൂചിപ്പിക്കുന്നത് എ എന്ന അക്ഷരങ്ങളാണ്. ആക്സലറേഷൻ എന്നാണ് പറയുക ഇംഗ്ലീഷിൽ. എ എന്ന ലെറ്റർ കൊണ്ടാണ് ത്വരണം സൂചിപ്പിക്കുന്നത്. പ്രവേഗത്തിൻ്റെ നിരക്കിന് പറയുന്ന പേരാണ് ത്വരണം. നിരക്കാണ് ത്വരണം. ത്വരണം പ്രവേഗമാറ്റം ബൈ സമയം. പ്രവേഗമാറ്റം എന്ന് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇവിടെ ത്വരണം എന്നത് ആക്സിലറേഷൻ. ത്വരണത്തിനെ സൂചിപ്പിക്കുന്നത് ഇംഗ്ലീഷിൽ ആക്സിലറേഷൻ എന്നാണ് പറയുക. അപ്പോൾ അതിന് എ എന്ന ലെറ്റർ കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ത്വരണം എ ഈക്വൽ ടു പ്രവേഗമാറ്റം. അപ്പം പ്രവേഗമാറ്റമാണ്. അപ്പോൾ ഒരു കാര്യത്തിന് മാറ്റമുണ്ടെങ്കിൽ രണ്ടെണ്ണം ഉണ്ടെന്ന് അർത്ഥം. അപ്പം പ്രവേഗമാറ്റം എന്താണെന്ന് ആദ്യം നോക്കാം. പ്രവേഗമാറ്റം എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം. എന്ന് പറയാം. ഇവിടെ ത്വരണം എന്ന് പറഞ്ഞാൽ പ്രവേഗ മാറ്റം ബൈ സമയം എന്നാണ്. അപ്പോൾ അതിനെ അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം. അപ്പോൾ ത്വരണത്തിന് നമുക്ക് എന്ത് പറയാം? എ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ഇനി അന്ത്യപ്രവേഗത്തിന് നമുക്ക് എന്തുകൊണ്ട് സൂചിപ്പിക്കാം? വി അല്ല, പ്രവേഗമാറ്റം ഇവിടെ പറഞ്ഞത് അന്ത്യപ്രവേഗത്തിന് വി എന്ന ലെറ്റർ കൊണ്ടും ആദ്യപ്രവേഗത്തിന് സമയം യു എന്ന ലെറ്റർ കൊണ്ടും സൂചിപ്പിക്കാം. ദെൻ പ്രവേഗമാറ്റം ബൈ സമയം ത്വരണത്തിന് എ കൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ അന്ത്യപ്രവേഗം വി, ആദ്യപ്രവേഗം യു ബൈ സമയം ടി.
അപ്പോൾ നമുക്ക് കിട്ടിയത് എ സമം വി മൈനസ് യു ബൈ ടി. എ സമം വി മൈനസ് യു ബൈ ടി. ഇവിടെ നോക്കുക, നമുക്ക് കിട്ടിയത് എ സമം വി മൈനസ് യു ബൈ ടി. ഇനി ഇതിലേക്ക് നോക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? എ ഗുണിക്കണം ടി ഈ സമം വി മൈനസ് യു. ഇനി എ ഗുണം ടി, ഈ മൈനസ് യുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് യു. അപ്പോൾ വി പ്ലസ് എ ടി, യു പ്ലസ് എ ടി ഈക്വൽ ടു വി. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് വെച്ചാൽ അന്ത്യപ്രവേഗം സമം ആദ്യപ്രവേഗം പ്ലസ് ത്വരണം ഇൻറ്റു സമയം. വി എന്നത് അന്ത്യപ്രവേഗവും യു എന്നത് ആദ്യപ്രവേഗവും എ എന്നത് ത്വരണവും ടി എന്നത് സമയത്തെയും സൂചിപ്പിക്കുന്നു. എന്നൊരു പറയാം, വി അന്ത്യപ്രവേഗം യു ആദ്യപ്രവേഗം then എ ത്വരണം ടി സമയം. ഇതിന് പറഞ്ഞ പേരാണ് ഒന്നാം ചലന സമവാക്യം. ഇതിന് പറഞ്ഞ പേരാണ് ഒന്നാം ചലന സമവാക്യം. ഇനി ഒന്നുകൂടി പറയാം. ഒരു വസ്തു സഞ്ചരിച്ച നീളത്തിന് പറഞ്ഞ പേരാണ് ദൂരം. അതിൻ്റെ ഏകകം മീറ്ററാണ്. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനമാറ്റം, അതായത് ഒരു വസ്തുവിൻ്റെ സ്ഥാനമാറ്റവും അതിൻ്റെ ദിശയും കൂടി പറഞ്ഞ പേരാണ് സ്ഥാനാന്തരം. അപ്പം വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനമാറ്റവും അതിനടുത്ത സമയവും ഒരു വസ്തുവിൻ്റെ സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനമാറ്റവും അതോടൊപ്പം അതിൻ്റെ ദിശയും കൂടി പരിഗണിക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് സ്ഥാനാന്തരം. പിന്നെ പ്രവേഗം എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരത്തിൻ്റെ നിരക്കാണ് പ്രവേഗം. വി സമം എസ് ബൈ ടി. പ്രവേഗം സമം സ്ഥാനാന്തരം ബൈ സമയം. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. പ്രവേഗം വി, സ്ഥാനാന്തരം എസ്, സമയം ടി. ഇനി ത്വരണം. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. എന്ന് പറഞ്ഞാൽ പ്രവേഗമാറ്റം ബൈ സമയം. അപ്പോൾ പ്രവേഗമാറ്റം എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം സമം എ സമം വി മൈനസ് യു ബൈ ടി. അപ്പോൾ നോക്കുക, എ സമം വി മൈനസ് യു ബൈ ടി. എ ഇൻറ്റു ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എ ഇൻറ്റു ടി സമം വി മൈനസ് യു. എ ടി പ്ലസ് യു വി സമം യു പ്ലസ് ടി. വി അന്ത്യപ്രവേഗം, യു ആദ്യപ്രവേഗം, എ ത്വരണം, ടി സമയം. ദെൻ ഇതിന് നമ്മൾ പറഞ്ഞ പേരാണ് ഒന്നാം ചലന സമവാക്യം. നിർബാധം താഴേക്ക് വലിക്കുന്ന കല്ലിൻ്റെ ത്വരണം എത്ര എന്നാണ് ചോദ്യം. അതിനെ അവർ തന്ന ടേബിളിൽ സമയം 0 ആ കല്ലിൻ്റെ പ്രവേഗം 0. സമയം 1 സെക്കൻഡ് ആയപ്പോൾ കല്ലിൻ്റെ പ്രവേഗം 10 മീറ്റർ പെർ സെക്കൻഡാണ്. സമയം 2 സെക്കൻഡ് ആയപ്പോൾ പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡാണ്. സമയം 3 സെക്കൻഡ് ആയപ്പോൾ പ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡാണ്. സമയം 4 സെക്കൻഡ് ആയപ്പോൾ പ്രവേഗം 40 മീറ്റർ പെർ സെക്കൻഡാണ്. ഇതാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ കല്ലിൻ്റെ ത്വരണം എത്ര എന്നാണ് ചോദ്യം. നമുക്കറിയാം ത്വരണം ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്.
സമയവും തന്നിട്ടുണ്ട്, പ്രവേഗവും തന്നിട്ടുണ്ട്. നമുക്കറിയാം ത്വരണം എന്ന് പറഞ്ഞാൽ പ്രവേഗമാറ്റം ബൈ സമയം. പ്രവേഗമാറ്റം ബൈ സമയം. പ്രവേഗമാറ്റം എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ബൈ സമയം. അന്ത്യപ്രവേഗം v കൊണ്ടും ആദ്യപ്രവേഗം u കൊണ്ടും സമയം t കൊണ്ടും ത്വരണം a കൊണ്ടുമാണെങ്കിൽ സമവാക്യം എന്താണ്? a സമം v മൈനസ് u ബൈ ടി. തന്നിട്ടുള്ള വിവരത്തിൽ ആദ്യപ്രവേഗം എത്ര? ആ വസ്തു താഴേക്ക് പതിക്കുമ്പോൾ ആദ്യം നിശ്ചലാവസ്ഥയിലായിരുന്നു. അപ്പോൾ ആദ്യ പ്രവേഗം u സമം 0. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ പ്രവേഗം 0 ആയിരിക്കും. അതായത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു ചലിച്ചു തുടങ്ങുമ്പോൾ ആ വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം 0 ആയിരിക്കും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാകുമ്പോൾ അതിൻ്റെ അന്ത്യപ്രവേഗം 0 ആയിരിക്കും. ഇവിടെ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു ചലിച്ചു തുടങ്ങുകയാണ്, അതുകൊണ്ട് ആദ്യ പ്രവേഗം 0 ആണ്, 0 ആണ്. ഇനി അന്ത്യപ്രവേഗം 40 v ആണ് സൂചിപ്പിക്കുന്നത്, 40 മീറ്റർ/സെക്കൻഡ്. കാരണം 4 സെക്കൻഡിലുള്ള ത്വരണമായിട്ടാണ് കാണാൻ പറഞ്ഞത്, ത്വരണമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സമയം 4 സെക്കൻഡ്. ത്വരണം a സമം v. അന്ത്യപ്രവേഗം 40 മൈനസ് ആദ്യപ്രവേഗം 0 ഡിവൈഡ് ബൈ സമയം t 4. ആദ്യ സമയം 4. വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇവിടെ സമയം അന്ത്യപ്രവേഗത്തിന് സമയം 4 ആണ്, ആദ്യപ്രവേഗത്തിന് സമയം 0 ആണ്. അപ്പോൾ 4 മൈനസ് 0 എന്ന് എഴുതിയാലും 40/4 = 10 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ആ കല്ലിനുണ്ടായ ത്വരണം എത്രയാണ്? 10 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഇന്ന് നമ്മൾ പഠിച്ചത് ഒന്നാം ചലന സമവാക്യം എന്നറിയപ്പെടുന്ന ഈ സമവാക്യം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് പഠിച്ചത്. ഇത് പല രീതിയിൽ നിർമ്മിക്കാൻ പറ്റും. ഗ്രാഫിൽ നിന്നൊക്കെ ഉണ്ട്, അത് പിന്നീട് വരുന്നതാണ്. ഇത് പാഠഭാഗത്തുള്ള ആദ്യത്തെ ഭാഗമാണ്. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വാട്സപ്പ് നമ്പറിൽ ചാറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാനത് ചെയ്തു തരാവുന്നതാണ്. 98935249. Thank you for watching my all videos.